ഇന്ന് നിങ്ങളുടെ വ്യക്തിയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് ചോദിക്കാൻ പോകുന്നു. അതിനായിട്ട് ഞാൻ 3 സ്പ്രെഡ് എടുക്കുന്നുണ്ട്. അതിനു മുമ്പ് ഷൈനി കൃഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഫ്യൂച്ചർ പ്ലാനിനുള്ള ഫസ്റ്റ് കാർഡ്, സെക്കൻഡ് നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ് മറയ്ക്കപ്പെട്ടിരിക്കുന്നത്, തേർഡ് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നൽകുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ വന്നത് ചാരിയറ്റ് കാർഡാണ്. എന്താണ് മറയ്ക്കപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാണ്ട്സ് ആണ്. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നൽകുന്നതെന്ന് ചോദിച്ചപ്പോൾ 7 ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ചാരിയറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വളരെ ആത്മവിശ്വാസത്തോടെ വളരെ വേഗത്തിൽ ഒരു ആക്ഷൻ എടുക്കണം, നിങ്ങളുടെ ആഗ്രഹം നടക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്താണ് മറക്കപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ വന്നിരിക്കുന്നത് 9 ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ ഒരു എൻഡ് ഓഫ് സൈക്കിൾ, ഇതുവരെ പോയ ആ ഒരു സൈക്കിൾ എൻഡ് ആവുകയാണ്. ആ വ്യക്തി കുറേ സ്ട്രഗിൾ ചെയ്ത് കുറേ സഹിച്ച് പോരാടി ഇങ്ങനെ ഒരു സക്സസ് ആയി ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി എന്ത് വന്നാലും ഫേസ് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നൽകുന്നതെന്ന് ചോദിച്ചപ്പോൾ വന്നിരിക്കുന്നത് 7 ഓഫ് സോർഡ്സ് ആണ്. 7 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ ബാക്കിൽ നിങ്ങൾ അറിയാതെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ന് പല കാര്യങ്ങളും മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അത് കാണാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. ഒരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് കാര്യങ്ങൾ വരുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.